ഹൃദയം മരിച്ചവരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മരിച്ച ആളുകളോടാണ് ഹൃദയം മരിച്ചവരെ ഉപമപ്പെടുത്തിയിട്ടുള്ളത്. ഓ ശരി. അപ്പോ യഥാർത്ഥത്തിൽ മരിച്ച ആളുകൾ ഏതായാലും കേൾക്കില്ല എന്നതുപോലെ തന്നെ ഹൃദയം മരിച്ചവരും കേൾക്കില്ല എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒന്ന്. അതിനു പുറമെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറയുന്നത് പോലെ മരിച്ചവരോട് സലാം പറയുന്നു എന്ന് നാം ഒരുപോലെ തുല്യതപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞതുപോലെ എന്ന്. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളോടുള്ള ആഭിമുഖ്യമല്ല മരിച്ച ആളോടുള്ളത്. അദ്ദേഹത്തിന് കേൾപ്പിക്കാൻ കഴിയില്ല എന്ന ആയത്തിന് വ്യക്തമാക്കുന്ന വാക്കുകളാണ് നാം തന്നെ പറയുന്നത് പള്ളിക്കാട്ടിലേക്ക് സലാം പറഞ്ഞ പോലെ. ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് നാം ഇങ്ങനെ പറയുന്നുണ്ടോ? എങ്കിൽ ഖബറിലുള്ള ആളുകൾക്ക് ഇല്ല. ഒരു മൊബൈൽ ഫോൺ നൽകിയാൽ അവർക്ക് ഇങ്ങോട്ട് ഈ സന്നിധ ഘട്ടത്തിൽ അവർക്കൊന്ന് മിസ്സടിച്ചുകൂടെ? എങ്കിൽ നമുക്ക് അതിന് വേണ്ട പ്രതികരിക്കാമല്ലോ. അതെ, പ്രതികരിക്കും. ഒന്ന് എണീറ്റെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ അല്ല സൗകര്യം ഉണ്ടെങ്കിലും തങ്ങൾ കേൾപ്പിക്കുകയില്ല. അതുപോലെ തന്നെ ബധിരരായിരിക്കുന്ന ആളുകളെയും തങ്ങൾ കേൾപ്പിക്കുകയില്ല. ഇതാ വല്ലോ മുതുബിരീൻ, അവർ പിന്തിരിഞ്ഞോടിയാൽ. അപ്പൊ പിന്തിരിഞ്ഞോടിയാല് ശേഷമുണ്ട് മരിച്ചവരിഞ്ഞ് കബറിന് ഓടലുണ്ടോന്ന് നമുക്കറിയില്ല. കേൾക്കൂല എന്നറിയുന്ന ആളുകൾ ഓടുന്നു പറയോ അത് നമുക്കറിയില്ല. എന്തോ ആകട്ടെ, ഏതായാലും ഈ ആയത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ മരിച്ചവരല്ല എന്നതിന്റെ തെളിവാണ് ഇതാവല്ലോ മുദ്ബിരീൻ. അപ്പൊ പിന്നെ അവിടെ എന്താണ് തശ്ബീഹ്? ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാ, നമ്മൾ ചിലരെ കുറിച്ച് അയാൾ നരിയാണെന്ന് അറിയില്ല. അയാൾ നരിയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ധീരതല്ല ഒരാളാണ്. ധീരതയുടെ വിഷയത്തിൽ ഒരു നരിയെ പോലെയാണ് അയാള്. ഇങ്ങനെ പറയണമെങ്കിൽ എന്താകണം? മൗലവി പറഞ്ഞത് ശരിയുള്ള നമ്മൾ അംഗീകരിക്കുള്ളൂ. മൗലവി പറഞ്ഞത് ധീരതയുള്ള ഒരാളെ കുറിച്ച് നമ്മള് ഇയാള് നരിയാന്ന് പറയണമെങ്കിൽ ഇയാളിനേക്കാൾ കൂടുതൽ ധീരത നരിക്കാകണം, നാളെ നരിയാണെന്ന് പറയും. അതേ സമയത്ത് ഇയാളെ കുറിച്ച് നരിനെ കുറിച്ച് തിരിച്ചേത് അയാളൊരു അദ്ദുറുവാണെന്ന് പറയലില്ല. കാരണം ഏത് വിഷയത്തിലാണോ ഒന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നത് ആ വിഷയം കൂടുതൽ ഏതിനോടാണോ സാദൃശ്യപ്പെടുത്തിയ അതിലാണ് വേണ്ടത്. ഉദാഹരണം, ഒരു വ്യക്തിയെ നരിയോട് നാം സാദൃശ്യപ്പെടുത്തുമ്പോൾ ധീരത എന്ന വിഷയം നരിയിലാണ് കൂടുതൽ വേണ്ടത്. നേരെ ഇയാൾ നരിയാന്ന്. അപ്പൊ അതേപോലെ ഇവിടെ ഹൃദയം മരിച്ച അബൂജാഹിലിനെയും മറ്റും യഥാർത്ഥത്തിൽ സാദൃശ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ മരിച്ച വ്യക്തികളോടാണ്. അതുകൊണ്ട് കേൾക്കൂല എന്നുള്ളത് മരിച്ചവരിലാണല്ലോ കൂടുതൽ ഉള്ളത് എന്നാണ് ഇയാളെ ചോദ്യം പ്രസക്തമാണ്, മറുപടിയും പ്രസക്തമാണ്. അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തശ്ബീഹാക്കിയത്, സാദൃശ്യപ്പെടുത്തിയത് കാഫിറുകളെയാണ്. കാഫിറുകളെ സാദൃശ്യപ്പെടുത്തി ആരോട്? മരണപ്പെട്ട കാഫിറുകളോടാ സാദൃശ്യപ്പെടുത്തിയത്. അവിടെ മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും കാഫിറുകളാകുന്നു, സത്യവിശ്വാസികളല്ല. എന്താണ് അതിന് തെളിവ്? അല്ലാഹു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സവാഅം മഹ്യാഉം വമമാതുഹും. സത്യവിശ്വാസികളുടെ ജീവിതവും മരണവും സമമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സത്യവിശ്വാസികളായ ആളുകളെ ഒരിക്കലും കുഫാറിനെ അല്ലാഹു തആല സാദൃശ്യപ്പെടുത്തുകയില്ല. മാത്രവുമല്ല, മൗലവി ഓതിയ ആയത്തിന്റെ ബാക്കി തന്നെ നമ്മുടെ ആയത്തുകൾ കൊണ്ട് വിശ്വസിക്കുന്ന ആളുകളെ കേൾപ്പിക്കുമെന്നാണ് ആ ആയത്തിന്റെ തന്നെ ബാക്കി ഭാഗത്തുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇവിടെ സാദൃശ്യമാക്കപ്പെട്ടവരും ആരോടാണോ സാദൃശ്യമാക്കിയത് അവരും കുഫാറുകളാണ്, വിശ്വാസികൾ അല്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കാൻ അവർ ഹിദായത്ത് ലഭിക്കൂല എന്ന് നമുക്ക് പെട്ടെന്ന് ബാഹ്യമായി പറയാൻ പറ്റൂല. അതേ സമയത്ത് ഇനി ഒരിക്കലും ഹിദായത്ത് ലഭിക്കൂല എന്ന് ഉറപ്പായി അവിടെ മരണപ്പെട്ടതിന് ശേഷം. കാരണം മരണപ്പെട്ടതിന് ശേഷം ഇനി ഒരിക്കലും വിശ്വസിക്കൂല, ആ വിശ്വസിക്കാനുള്ള സാഹചര്യമില്ല. അതേ സമയത്ത് ജീവിച്ചിരിക്കുന്നവരിൽ ബാഹ്യമായിട്ട് അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പൊ കേൾക്കുകയില്ല, ഈമാൻ സ്വീകരിക്കുകയില്ല എന്നത് ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതലുള്ളത് മരണപ്പെട്ടവരിലാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവരോട് സാദൃശ്യപ്പെടുത്തിയത്. അപ്പൊ മുശബ്ബഹും മുശബ്ബഹ് ബിഹിയും കുഫാറുകളാണ്, സത്യവിശ്വാസികളല്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകളിൽ ലാഹിറായിട്ട് വിശ്വസിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും മരിച്ചവരിൽ അത് തീരെ ഇല്ലാതെ ആയതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ള വിഷയം കൂടുതൽ മരണപ്പെട്ടവരിലാണുള്ളത്. അതുകൊണ്ടാണ് അവരോട് തശ്ബീഹാക്കിയത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. പിന്നെ രണ്ടാമത്തത്, മരണപ്പെട്ടവർ കേൾക്കുകയാണെങ്കിൽ
ഒരു മൊബൈലാണ് വെച്ചു കൊടുത്താ പോലെ. എന്നാല് പുലെല്ലാം മിസ്സും ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ ഈ മലക്കുകളെ ചോദ്യം നടക്കുമ്പോഴേ അവിടെ ഒരു ഫോൺ വെച്ചു കൊടുത്താക്കി ഫോൺ വെച്ചിട്ട് കേൾക്കുന്നുണ്ടോ നോക്കുക. കേൾക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഖബറിന്റെ ചോദ്യം എല്ലാം നിങ്ങൾ തീരുമാനിക്കും. എന്ത് ചെയ്താൽ മൻ റബ്ബുക വമൻ നബിയുക എന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പൊ സഹിയ ഹദീസിലുണ്ടല്ലോ. അപ്പൊ എപ്പോഴാണ് ചോദിക്കുക? മരണപ്പെട്ട ഉടനെ തന്നെ അസ്ഹാബ് തിരിഞ്ഞു പോകുന്ന സമയത്തുണ്ട് മലക്കുകൾ വരുന്ന. അപ്പൊ ഒരു മൊബൈൽ ഫോൺ വെക്കുക. അപ്പൊ റേഞ്ചില്ല, ഖബറിന്റെ ഉള്ളിൽ റേഞ്ച് ഇട്ടൂല എന്നാ മറ്റേ ഫോൺ വെച്ചാൽ എന്നിട്ട് ആ സംഭാഷണം ഒന്ന് കേൾക്കട്ടെ. ഞാനവേ കേൾക്കുന്നില്ല നിൽക്കുക. അതുകൊണ്ട് തീരുമാനിക്കാൻ പറ്റുമോ? മാത്രവുമല്ല, മരണപ്പെട്ടവരുടെ ലോകം അത് ആത്മാക്കളുടെ ലോകമാണ്. ആത്മാക്കൾക്ക് മൊബൈൽ ഫോണിന്റെ ആവശ്യമില്ല. ആത്മാക്കൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ കിതാബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മിസ്സടിക്കണത് എങ്ങനെ അടിക്കുക? ഇയാള് പറയുന്നുണ്ട്, മരിച്ചുപോയ വ്യക്തി ഒരാളുടെ വീട്ടിൽ പൂച്ച ചത്ത സംഭവം വരെ പറഞ്ഞു കൊടുത്തത് ഈ കിതാബിൽ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത്? ഒരാളെ മരണപ്പെട്ടുപോയി, പിറ്റേ ദിവസം അയാളെ വീട്ടിലെ പൂച്ച ചത്ത. ഈ ചത്ത ദിവസം ഈ പൂച്ച ചത്ത കാര്യം അദ്ദേഹം സ്വപ്നത്തിലൂടെ എന്നാണ് ആത്മാക്കൾ തമ്മിൽ കണ്ടുമുട്ടി പറഞ്ഞ വിവരം ഇതേ ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയതായി കാണാം എന്ന് രണ്ടാം ചോദ്യത്തിന്റെ മറുപടി. മൊബൈൽ ഫോൺ നമുക്കൊന്ന് വെച്ച് പരിശോധിച്ചു നോക്കാം. ആയിക്കോട്ടെ, തീരുമാനിക്കാം. കേൾക്കുമല്ലേ നോക്കാം. എന്നിട്ട് ഇല്ലെങ്കിൽ തീരുമാനിക്കോ? നാളെ മരണപ്പെട്ടാ നോക്കാം നമുക്ക്. ആയിക്കോട്ടെ, നോക്കാം. നിങ്ങൾ പരിശോധിച്ചു. ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് അപ്പം അല്ല, അത് അങ്ങനെ നോക്കാം. പക്ഷെ ആത്മാക്കൾ ഇങ്ങോട്ട് മിസ്സിടുന്ന് ഇബ്നുൽ ഖയ്യിം ഇതിൽ പറഞ്ഞു. ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അദ്ദേഹത്തിന്റെ കാലത്ത് മൊബൈൽ ഫോൺ ഉണ്ടോ? ഏത്? അല്ല, മൊബൈൽ ഫോണിലാണ് അല്ലാതെ പറയുന്നത്. ഈ പറഞ്ഞത് മൊബൈൽ ഫോൺ കൊണ്ട് നമ്മൾ പരിശോധിക്കാന്ന് വെച്ചു. മൊബൈൽ ഫോണിൽ അല്ലാതെ പറയുമെന്ന് ഈ കിതാബ് പറഞ്ഞിട്ട് പൂച്ച ചത്ത കാര്യം പറഞ്ഞത്, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? അതെനിക്ക് പൂർണ്ണമായി പഠിച്ചിട്ടേ പറയാൻ പറ്റും. ഞാൻ ആ കിതാബ് ഇപ്പൊ വന്നു നോക്കോളിതാ, ഇപ്പൊ വന്നു നോക്കാം. എനിക്ക് ആ കിതാബ് നോക്കണം. നോക്കോളി. എനിക്ക് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റും. അതേ പരിശോധിച്ചോളി. പിന്നീട് ഇപ്പൊ സമയം ഇപ്പൊ ഈ പറഞ്ഞതുകൊണ്ട് ആരും ശബ്ദം ഉണ്ടാക്കി നിങ്ങളെ വാദം സ്ഥിരപ്പെടുന്നില്ല. നിങ്ങൾ തക്ബീർ ചൊല്ലുകൊണ്ട് ഇവിടെ വിജയിക്കൂല. അതെ, ശരിയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്താ? മലക്കുകൾ വരുന്ന സമയത്ത് അവർ ജീവിച്ചിരിക്കുന്ന സമയത്തല്ല അവരോട് ചോദിക്കാൻ പറ്റുള്ളൂ മലക്കുകൾക്ക് എന്നാ. എങ്കിൽ നിരുപാധികം അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റും. മലക്കുകൾ വരുന്ന സമയത്തും സ്വാഭാവികമായ ചില കാര്യങ്ങളിലൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. നിരുപാധികമായി ഏത് സമയത്തും അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അത് പറ്റുന്നാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാ സലാം പറയാൻ പറഞ്ഞത്. മലക്കുകൾ വരുമ്പോ മാത്രം സലാം പറയല്. പള്ളിക്കാട്ടിക്ക് ചെല്ലുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും സലാം പറയുമ്പോ അവർ ജീവിച്ചിരിക്കണം എന്ന് എവിടെ പറഞ്ഞു? ആണെന്നാ ഇയാള് പറഞ്ഞതേ. ജീവിച്ചിരിക്കുന്നത് എവിടെ പറഞ്ഞു? കേൾക്കുന്നു. ജീവിച്ചിരിക്കണോലല്ലേ കേൾക്കുള്ളൂ. മരിച്ചോലെ എങ്ങനെ കേൾക്കണം? കേൾക്കുന്ന എവിടെയുള്ള ആയത്തിനുണ്ടോ? ഹദീസിനുണ്ടോ? ഉണ്ട്. ഇതിൽ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ വായിച്ചല്ലോ. ഏതായത്താണത് ഉദ്ധരിക്കുന്നത്? അന്നൽ മയ്യിത്ത യസ്മഉ ഖർഅനിയാലിൽ മുശയ്യിഈന ലഹു. ഒന്ന്, അതാദ്യം തെളിവ് പറഞ്ഞു. പിന്നെ പറയുന്നു വഖദ് ശറഅൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തിഹി, ഉമ്മത്തിന് റസൂൽ നിയമമാക്കിയിട്ടുണ്ട്. ഒക്കെ ഹദീസിലുള്ള. ഇദാ സല്ലമു അലാ അഹ്ലിൽ ഖുബൂരി, ഖബർവാസികൾക്ക് സലാം പറഞ്ഞാൽ അൻ യുസല്ലിമു അലൈഹിം, അവർക്ക് സലാം പറയണം. സലാമ മൻ യുഖാതിബൂനഹു, അഭിമുഖമായിട്ട് പറയുന്ന സലാമാ പറയേണ്ടത്. അതിപ്പോ ഈ ഖബറിൽ ചോദിക്കുമ്പോ മാത്രമല്ലല്ലോ സലാം പറയല്. എന്ന് എത്ര കാലം കഴിഞ്ഞിട്ട് ഖബർ സാനിയിലേക്ക് ചെന്നാലും സലാം പറയൽ സുന്നത്താ. എന്നിട്ട് പറയുന്നു വഹാദാ ഖിതാബുൻ ലിമൻ യസ്മഉ വയഅഖിലു, കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളോടുള്ള ഖിതാബാണ്, അഭിമുഖമാണ്. വലൗലാ ദാലിക, അവർ കേൾക്കൂല മനസ്സിലാക്കൂല എങ്കിൽ ലകാന ഹാദൽ ഖിതാബു ബിമൻസിലത്തി ഖിതാബിൽ മഅദൂമി വൽ ജമാദി, ജമാദാകുന്ന ഈ തൂണിനോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മാതിരിയായി. അപ്പൊ ഈ സലാം പറയല് ഈ ചോദ്യം ചോദിക്കണമെന്ന് മാത്രം എല്ലാ കാലത്തും സലാം പറയൽ സുന്നത്ത്. അപ്പോഴൊക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രവുമല്ല, മരണം കൊണ്ട് ഭൗതിക ശരീരവുമായി വേർപിടിയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആത്മാവ് മരിക്കുന്നില്ല. മരണത്തോടുകൂടെ ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ശരീരവുമായി ആത്മാവ് വേർപിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മാവ് മരിക്കുന്നില്ല എന്നാണ് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം. ആ ആത്മാവിന് ഈ ഖബറുമായിട്ട് ബന്ധമുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ ഫതാവൽ ഹദീസിയയിലും അതുപോലെ തന്നെ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഹാവിലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പറഞ്ഞത് കാണാം. അതുകൊണ്ട് മരണത്തോടുകൂടെ
മരണം എന്ന് പറഞ്ഞാൽ തന്നെ ഭൗതികമായ ശരീരം അവരുടെ ആത്മാവുമായി വേർപെടുക എന്നതാണ് മരണം. ആത്മാവിന് മരണമില്ല എന്ന് ഹദീസ് കൊണ്ടും ആയത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ഈ ആത്മാവാണ് കേൾക്കുന്നതും അതുപോലെ ആത്മാവാണ് അറിയുന്നതും. ആ ആത്മാവിന് ഈ ഖബറുമായി ബന്ധമുണ്ട്. അതുപോലെ തന്നെ ശുഹദാക്കളെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്ന് ശുഹദാക്കളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ മറ്റുള്ളവരെ കുറിച്ചും അവർ കേൾക്കുമെന്ന് വ്യക്തമായ ഹദീസുകളിൽ നിന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് മരണത്തോടു കൂടെ ആത്മാവ് മരിക്കുന്നില്ല, ശരീരവുമായി ആത്മാവ് വേർപെടലാണ് മരണം. ഇക്കാര്യം മഹാനായ ഇമാം ഗസാലി അതുപോലെ തന്നെ ഇമാം ബൈലാവി തുടങ്ങി ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്.